നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെ തുടരെ 3 ദിവസമാണ് PV അൻവർ MLA ഒരു കൊടുങ്കാറ്റായി വീശിയത്. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട അൻവർ വീര്യം ചോർന്ന പോരാളിയെ പോലെയാണ് മടങ്ങിയത്. ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെ കണ്ടിറങ്ങിയ PV അൻവർ ആകട്ടെ ഇന്നലത്തെ മൃദു നിലപാടിൽ നിന്ന് വീണ്ടും മാറി. അപ്പോൾ ചോദ്യം ഉയരുന്നത് ഇതാണ്: PV അൻവർ ഒറ്റയ്ക്ക് നടത്തുന്ന യുദ്ധമാണോ ഇത്? പോരിനിറങ്ങിയത് PV അൻവർ തനിച്ചാണെങ്കിൽ ഈ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ CPIM തയ്യാറാകുമായിരുന്നു. ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം പരിശോധിക്കുകയാണ്. അൻവർ ഒറ്റയ്ക്കോ? പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ KP നൌഷാദ് അലി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ A സജീവൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ A സജീവൻ സാർ, ഇന്നലെ വൈകുന്നേരം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വിവാദത്തിന് വന്നിരിക്കുന്നത്. കാരണം PV അൻവർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ശബ്ദവും ഒന്നുമല്ല ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ PV അൻവറിനുള്ളത്. അതിൽ ഇന്ന് അൻവർ പറഞ്ഞതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തോന്നിയ ഒരു ഭാഗം അദ്ദേഹം മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ ഭാഗമാണ്. മുഖ്യമന്ത്രി ആയത് വീട്ടിൽ നിന്ന് വന്നിട്ടല്ല, പാർട്ടിയിൽ നിന്ന് വന്നാണ് മുഖ്യമന്ത്രിയായത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും തനിക്ക് ബാധ്യതയുണ്ട് എന്നാണ്. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന് P ശശിക്കെതിരായിട്ടുള്ള പരാതി കൈമാറിയ ശേഷമായിരുന്നു അൻവറിന്റെ ഈ പ്രതികരണം. അതാണ് അതിലെ സവിശേഷത. ഇപ്പോൾ വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് P ശശിക്കെതിരായിട്ടുള്ള പരാതി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ചർച്ചയാകുകയാണ്. അതിനുശേഷമായിരിക്കും അന്വേഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതായത് അൻവർ മുന്നോട്ട് തന്നെയാണ്. അൻവറിന്റെ ആരോപണങ്ങൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത് അത് P ശശിക്കും മുഖ്യമന്ത്രിക്കും എതിരെയാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്ത് നിന്ന് ഒരു പിന്തുണയും പിൻബലവും ഇല്ലാതെ PV അൻവറിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇന്ന് PV അൻവർ നടത്തിയിരിക്കുന്ന പ്രതികരണവും ശരീരഭാഷയും ഒക്കെ മറ്റൊരു കരുത്തൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയായി താങ്കളെപ്പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് വായിച്ചെടുക്കാൻ കഴിഞ്ഞോ? തീർച്ചയായും അൻവർ ഈ കാര്യം ഉന്നയിച്ച പോലും നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ മാറ്റം വന്നു എന്നൊക്കെ പറയുമ്പോൾ അൻവർ ഈ കാര്യം ഉന്നയിച്ചത് വളരെ കൃത്യമായും പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതായത് ഇത് വളരെ നമ്മൾ ആകാശത്തേക്ക് ഒരു വെടിവെക്കുന്ന പോലെയുള്ള വെടിവെപ്പല്ല ഉണ്ടായിട്ടുള്ളത്. വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അൻവർ ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം MB ഗോവിന്ദൻ മാഷെ കാണുന്നു. അങ്ങനെ കണ്ടതിന് ശേഷം പാർട്ടി എടുത്ത തീരുമാനം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചർച്ച ചെയ്യുന്നതാണ്. P ശശിക്കെതിരെ അൻവർ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം, P ശശിക്കെതിരെ വന്നിട്ടുള്ള ആരോപണം പാർട്ടി ചർച്ച ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ വളരെ കൃത്യമാണ്. അത് അന്വേഷണവുമായി മുന്നോട്ടേക്ക് പോകാൻ പാർട്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ കാണേണ്ടത് ഇന്ന് ഗോവിന്ദൻ മാഷയുടെ ഈ പ്രതികരണം എങ്ങനെയാണെങ്കിൽ 2 ദിവസം മുമ്പേ പുതിയ LDF കൺവീനർ കോഴിക്കോട്ട് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം തിരിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും അൻവറിനെ അവഗണിക്കുന്ന രൂപത്തിലോ അൻവറിൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു. അതല്ല ഇപ്പൊ ഗോവിന്ദൻ മാഷ്. അങ്ങനെ ഇതേ രീതിയിൽ ഗോവിന്ദൻ മാഷക്കും പറയാമായിരുന്നു. പാർട്ടിയിലാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല. ഇതിപ്പോ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി കാണുന്നത്. അതുമല്ല, അൻവറിനെ അങ്ങനെ വായടപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങിയാൽ അത് എളുപ്പമല്ല എന്ന് പാർട്ടിക്ക് അറിയാം. ഇത് പരസ്യമാക്കപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ സജീവൻ സാർ, പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അഴിമതിക്കാരനോ അതല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്ന ആരോപണം ഒക്കെ നേരിടുന്ന ADGP MR അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് P ശശിയുമായുള്ള ബാന്ധവമാണോ, അതല്ല ഈ ADGP RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലെ കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി വിട്ടു. അവിടെ വേറൊരു നെക്സസ് അവിടെ പ്രവർത്തിച്ചു. തൃശൂർ പൂരം അട്ടിമറിക്കാൻ നടന്നത് ബോധപൂർവമായ ശ്രമമാണ്, BJPക്ക് 2 സീറ്റ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണോ പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്? അതല്ല, ഈ അന്വേഷണത്തിലൂടെ P ശശിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അത് പരിമിതപ്പെടുത്തുക എന്നതായിരിക്കുമോ പാർട്ടി തീരുമാനിക്കുക? അല്ല, പാർട്ടിയിൽ ഒറ്റയടിക്ക് ഇപ്പൊ പ്രതിപക്ഷം പറയുന്ന പോലെ ഇപ്പൊ അവർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളത്.
മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രിയിലേക്കോ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് പോകണം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആരോപണം ഉന്നയിക്കണം. ഇത് അതിന് പകരം പ്രതിപക്ഷം പലപ്പോഴും ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയാറുള്ളത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അപ്പം അവർക്ക് പറയാം, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്, അതവർക്ക് പറയാം. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഈ ആരോപണം അൻവർ ഉന്നയിച്ചിട്ടുള്ളതിൽ ശശി വരെ എത്തി നിൽക്കുന്നു. ശശിക്കെതിരെയുള്ള ആരോപണം ശശി ഇതിനൊക്കെ ഈ ആളെ സംരക്ഷിക്കുന്നു. MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP സംരക്ഷിക്കുന്ന ശശിയാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള നെക്സസ് ആണ് ഈ കാര്യങ്ങളെല്ലാം ആഭ്യന്തര വകുപ്പിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്ന് വരെ ആണ് എത്തിയിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുടെ ഒത്താശയാണോ അല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ അൻവർ പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷെ അങ്ങനെ പറഞ്ഞേക്കാം, ഒരു പക്ഷേ അത് നമുക്കറിയില്ല. എന്തായാലും മുഖ്യമന്ത്രിയിലേക്ക് അങ്ങനെ പോകുന്ന രൂപത്തിൽ അല്ല സജീവൻ സാർ, അതായത് പിതൃതുല്യനായി കാണുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്ന് PV അൻവർ പറഞ്ഞിട്ടുണ്ട്. ഈ വിവാദമൊക്കെ ശക്തിപ്പെട്ട ഒരു സമയത്തും അൻവർ ഇട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ സത്യമേവ ജയതേ എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ചിത്രം മുഖ്യമന്ത്രിക്കൊപ്പമുള്ളതായിരുന്നു. അതായത് എല്ലാ കാലത്തും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് വിധേയപ്പെട്ട് നിൽക്കുകയും അദ്ദേഹത്തെ പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് PV അൻവർ. അതേ PV അൻവർ ആണ് ഇന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുന്നത് വീട്ടിൽ നിന്ന് വന്നിട്ടല്ല, പാർട്ടിയിൽ നിന്ന് വന്നിട്ടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് മാത്രമല്ല പാർട്ടിയോടും എനിക്ക് ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്തെ ഒരു വിഭാഗത്തിന്റെ താല്പര്യമോ ആവശ്യമോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമോ ഒക്കെ നിറവേറ്റുക എന്നതാണ് അൻവറിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ MV ഗോവിന്ദന് പരാതി കൊടുക്കുന്നതും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത് ചർച്ചയാകാൻ പോകുന്നതും പിന്നീട് ഒരു പക്ഷേ അന്വേഷണത്തിലേക്കും ഒക്കെ എത്താൻ പോകുന്നത് എന്ന ഒരു നിഗമനത്തിലേക്ക് താങ്കൾ എത്തിയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പരാതി കൊടുത്തിട്ടില്ല, പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുള്ള MV ഗോവിന്ദൻ മാഷുക്കാണ്. MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതുവരെ ഇപ്പോഴത്തെ ഘട്ടം വരെ നമുക്കറിയാം പിണറായിയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. പിണറായിയുടെ താല്പര്യത്തിലാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ളത്, പിണറായിയുടെ താല്പര്യത്തിലാണ് അദ്ദേഹം PB മെമ്പർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത് ഒരുപക്ഷെ നിഷേധിച്ചാൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. വളരെ സീനിയർ ആയിട്ടുള്ള EP ജയരാജനെ മാറ്റിയിട്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെ മാറ്റിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള MV ഗോവിന്ദൻ മാഷ് EBയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കണമെങ്കിൽ അത് പിണറായിക്ക് താല്പര്യമില്ലാതെ അങ്ങനെ വരില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോ ഗോവിന്ദൻ മാഷക്ക് ഒരു പരാതി കൊടുക്കുന്നതോട് കൂടിയിട്ട് അത് പാർട്ടി ഗോവിന്ദൻ മാഷോ അല്ലെ പാർട്ടിയോ പിണറായിക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതേ സമയത്ത് താങ്കൾ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. PV അൻവർ തനിച്ചാണോ എന്ന് ചോദിച്ചാൽ PV അൻവർ തനിച്ചല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാർട്ടി അംഗമല്ലെങ്കിൽ പോലും KT ജലീലിന്റെ പ്രതികരണം. അതോടൊപ്പം പാർട്ടി അംഗങ്ങളായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ പല ആളുകളും പ്രതികരിക്കാത്തത് KT ജലീലിനെ പോലെ ഉള്ള മനോഭാവമുള്ള ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരൊക്കെ ഇത്തരത്തിൽ സാധ്യതകൾ ഉപയോഗിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒറ്റയടിക്ക് മുഖ്യമന്ത്രിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നീക്കം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് സജീവൻ സാർ, താങ്കൾ വിചാരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണോ, അതോ ഇത് P ശശിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണോ, അതോ കുറച്ചുകൂടി വിപുലമായി പറഞ്ഞാൽ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ധാര പാർട്ടിക്കകത്ത് രൂപപ്പെടുന്നുണ്ട് എന്നതിന്റെ സൂചനയാണോ? അല്ല, പിണറായിക്കെതിരായിട്ടുള്ള ഒരു ധാര അല്ലെങ്കിൽ ഒരു വിഭാഗീയമായിട്ടുള്ള ഒരവസ്ഥ പാർട്ടിയിൽ നേരത്തെ ഉണ്ട്. പിണറായി അംഗീകരിക്കാത്ത എത്രയോ പ്രവർത്തകരുണ്ട്. പിണറായിയുടെ നിലപാടുകളോട് വിയോജിപ്പുള്ള ആളുകളുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ നീക്കം അൻവർ ഉന്നയിച്ചിട്ടുള്ളത് കൃത്യമായിട്ടും പിണറായിയെ തകർക്കുക എന്നുള്ള രീതിയിലാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ശശിയിൽ മാത്രം നിർത്തേണ്ടതില്ല. ആഭ്യന്തര വകുപ്പ് ആണ് ഈ കയറൂരി വിടുന്നതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശശിയിലേക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിണറായി. സജീവൻ സാർ, അതിന് ആഭ്യന്തര വകുപ്പിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നില്ല ഈ വിവാദം. കാരണം ഇന്ന് മറ്റൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ PV അൻവർ പറയുന്ന ഒരു ഭാഗം തന്നെ മറ്റൊരു കഥ കൂടി ഞാൻ കേൾക്കുന്നുണ്ട്. അത് ഈ പാലക്കാട് RSSന്റെ ഒരു യോഗം നടന്നപ്പോൾ അവിടെ അജിത് കുമാർ പങ്കെടുത്തിരുന്നു എന്നാണ്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നു RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് മധ്യസ്ഥനായി ഈ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി വിട്ടിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ RSS ബന്ധം നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഈ ADGPയിലൂടെയാണെന്നും
BJP 2 സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ക്ലെയിമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം കലക്കിയത് എന്നുമൊക്കെയുള്ള ആരോപണമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇത് കേവലം ഇപ്പോൾ ADGPക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണം എന്ന നിലയിലല്ലല്ലോ. അതിനേക്കാൾ ഗൗരവമുള്ള BJP RSS ബാന്ധവം, ഒരുപക്ഷെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം EP ജയരാജന് നഷ്ടമാകുന്നതിന് ഇടയാക്കിയ സാഹചര്യം എന്തോ അതിന്റെ കുറെ കൂടി ഗൗരവമുള്ള ഒരു വിവാദമായി ഇത് മാറുകയാണ്. അപ്പോൾ പാർട്ടിക്ക് ഈ കാര്യത്തിൽ ആ നിലയിൽ നിന്നുകൊണ്ട് ഒരു പരിശോധന നടത്തുക സാധ്യമാണോ? ഇല്ല, പാർട്ടി ഇത് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കണ്ടതുപോലെയൊക്കെ പറയുന്നത് നമുക്ക് അതേ രൂപത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ അൻവർ പറഞ്ഞ കാര്യം, ഈ അജിത് കുമാറിനെ കുറിച്ച് അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം, BJPയുടെ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന കാര്യം, അത് നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. അതൊരു പക്ഷേ ഇപ്പോൾ പറയുന്ന പോലെയുള്ള താല്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആവാം, അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അജിത് കുമാറിനെതിരെ അൻവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലും അത് എല്ലാ വിഭാഗത്തെയും 2016 കോൺഗ്രസുകാർക്ക് വിധേയനായിട്ട് പലതും ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയി എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ, അതേപോലെ തന്നെ പൂരം കലക്കാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി ഒത്താശ ചെയ്തു എന്ന് പറയുന്ന കാര്യം, ഇങ്ങനെയുള്ള ചില അവതാരങ്ങൾ എപ്പോഴും എല്ലാ പക്ഷത്തും നിന്നുകൊണ്ട് കളിക്കും. അവര് കളിച്ചതിൽ രാഷ്ട്രീയമുണ്ടോ? അങ്ങനെ രാഷ്ട്രീയത്തിന് എനിക്ക് തോന്നുന്നു ഈ BJPയുമായിട്ടുള്ള ഒരു ധാരണയ്ക്ക് MR അജിത് കുമാറിനെ പോലുള്ള ഒരാള് മുഖ്യമന്ത്രിയെ പോലെ ഒരാള് നിയോഗിക്കുക എന്ന് പറയുന്ന സാധ്യത വളരെ കുറവാണ്. അല്ലാതെ തന്നെ അവർക്കിടയിൽ ബന്ധമുണ്ടാക്കാൻ BJPക്കാർ തയ്യാറാണ്. പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ള ആളുകൾ പോലും വീട്ടിൽ പോയി കാണുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അങ്ങനെ ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന രൂപത്തിൽ മുഖ്യമന്ത്രി അയച്ചിട്ടാണ് എന്ന് അത് അദ്ദേഹത്തിന് പറയാം, എന്നെ നിഷേധിക്കുന്നൊന്നുമില്ല. അത് അങ്ങനെ സംഭവിച്ചതാവാനുള്ള സാധ്യത വിരളമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ തരത്തിൽ അജിത് കുമാറിനെ ഇതുവരെ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് അദ്ദേഹം ഏത് പക്ഷത്തേക്കും ചായുന്ന രീതിയിലാണ്. അദ്ദേഹം മുടിയുണ്ടെങ്കിൽ ചായച്ചും ചരിച്ചും കെട്ടാം എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായച്ചും ചരിച്ചും കെട്ടുന്ന രീതി അദ്ദേഹം പലപ്പോഴും കാണിച്ചിട്ടുണ്ട് എന്ന്. ശരി ശരി സർ, ഞാൻ ഇതിപ്പോൾ തിരിച്ചു വരാം. ശ്രീ KP നൌഷാദ് അലി നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് BN ഹസ്കറും ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KP നൌഷാദ് അലി, ഈ വിവാദത്തിനൊടുവിൽ ഇപ്പോൾ ഇതിന്റെ ആരോപണ വിധേയരും ആരോപണം ഉന്നയിച്ചവരുമൊക്കെ അതാത് സ്ഥാനങ്ങളിൽ തന്നെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഈ സുജിത് ദാസിന് എതിരെ നടപടിയില്ല, ഈ ADGPക്കെതിരെ നടപടിയില്ല, അന്വേഷണം മാത്രമേ ഉള്ളൂ, അദ്ദേഹം അതേ സ്ഥാനത്ത് തുടരുകയാണ്. P ശശിക്കെതിരെയും മറ്റ് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഈ വിവാദത്തിൽ PV അൻവർ MLA ആരോപണം ഉന്നയിച്ചവർക്ക് അവരെവിടെയാണോ നിൽക്കുന്നത് അതേ സ്ഥാനത്ത് തന്നെ അവരെ നിർത്തിക്കൊണ്ടുള്ള ഒരു പാച്ചപ്പാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ഈ RSS ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഇടനിലക്കാരനായി ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നത് എന്ത് വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ്? ഇന്ന് അതായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ സംശയത്തിന് കൂടുതൽ അന്വേഷണത്തിൻ്റെയോ പാഴൂർ പഠിപ്പുര വരെ പോകേണ്ടതിൻ്റെയോ ഒന്നും കാര്യമില്ല. ഇതിന് ലളിത യുക്തി മതി. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ കൊള്ളക്കാരനായ, കൊലപാതകിയായ, കൈക്കൂലിക്കാരനായ ദാവൂദ് ഇബ്രാഹിമിനെ ആരാധകനായി കാണുന്ന എന്നൊക്കെ ആരോപിക്കപ്പെട്ട ഭരണപക്ഷ MLA ആരോപിക്കപ്പെട്ട അജിത് കുമാർ അവിടെ നിൽക്കുന്നു. സുജിത് ദാസിൻ്റെ നീണ്ട സുഭാഷിതങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹം എവിടെയാണോ നിൽക്കുന്നത് യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടിയും ഇല്ലാതെ അങ്ങനെ തന്നെ തുടരുന്നു. ഇത്തരത്തിലൊക്കെ തുടരുന്നു അവരൊക്കെ, യാതൊരു പ്രശ്നങ്ങളുമില്ല. P ശശിക്ക് പ്രശ്നമില്ല. എന്നാലോ ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ച അൻവർ, അത് CPMന്റെ ചരിത്രത്തിൽ നെടുനീള കാലത്തെ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരെ CPMകാരനായ പിന്നെ ഒരു MLA CPM ഭരണത്തിലിരിക്കുമ്പോൾ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ നടപടിയില്ല, ആർക്കെതിരെയും നടപടിയില്ലാത്ത വണ്ണം ഇതിങ്ങനെ പുരോഗമിക്കുമ്പോൾ വളരെ തീർച്ചയായിട്ടും വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ വളരെ കൃത്യമായിട്ട് പലതും ചീഞ്ഞു നാറുന്നുണ്ട്. പിണറായി വിജയൻ്റെ കൈകളിൽ ഇതുപോലെയുള്ള ഒരുപാട് അവിഹിത ധാരണകളുടെ കൊടുക്കൽ വാങ്ങലുകളുടെ
പാപക്കറകൾ പുരണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അൻവറിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല, അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല, സുജിത് ദാസിനെ തൊടാനും കഴിയില്ല. അദ്ദേഹം ഇങ്ങനെ നിശ്ചലനായിട്ട് നോമാൻസ് ലാൻഡിൽ തന്നെ മന്ദബുദ്ധിയെപ്പോലെ പെരുമാറി നാളെയും മുന്നോട്ട് നീങ്ങും. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളത് പറഞ്ഞത്. ഇവിടെ ഇതൊക്കെ RSSുമായിട്ടുള്ള CPMൻ്റെ ബന്ധം കുറേ കാലമായിട്ട് വ്യക്തമാണ്. കാരണം ഒരു UDF നിരന്തരമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്നതാണ് BJPക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ മുന്നിലേക്ക് വരാനുള്ള ഏക മാർഗം. പിണറായി വിജയനെ ആയുസ്സുള്ള കാലത്തോളം മുഖ്യമന്ത്രിയായിട്ടും തുടരാം. ഈ രണ്ട് ഡീലിങ്ങുകളും ഒരുമിക്കുന്ന പോയിന്റിലാണ് ഇവരുടെ ധാരണ. 2016 തന്നെ ഗോപാലൻകുട്ടി മാഷും വത്സൻ തില്ലങ്കേരിയും പിണറായിയും കൊടിയേരിയൊക്കെ ഒരുമിച്ചിരുന്ന് പ്രവർത്തകരുടെ വോട്ട് പരസ്പരം കൂടിക്കലരണമെങ്കിൽ അവരുടെ പക തീർക്കണം, അതുകൊണ്ട് നമുക്കിനി അക്രമം വേണ്ട, കൊലപാതകം വേണ്ട എന്ന് തീരുമാനിച്ചാണ്. അതിനുശേഷം 5-8 കൊല്ലമായല്ലോ, ഒരു കൊലയും ഇവർ തമ്മിൽ പ്രതിപക്ഷ നേതാവ് ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി വേണമല്ലോ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്താൻ ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി വിട്ടു. എന്താണ് കാരണം? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഒത്തുതീർപ്പായിരുന്നു ഇതിനകത്തെ ഈ സംഭാഷണത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് അറിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിനെ തുടർന്നാണ് ഈ കൂടുതൽ, അതായത് ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJPക്ക് അനുകൂലമായി ജനവിധിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ബോധപൂർവം ഇടപെട്ടത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ADGP എന്തുകൊണ്ട് അനങ്ങാതിരുന്നു എന്ന യുക്തിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരം ആരോപണങ്ങളെ ശരിവെക്കുന്ന മറ്റെന്തെങ്കിലും വിവരം പ്രതിപക്ഷത്തിനുണ്ടോ? മറ്റെന്തെങ്കിലും തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ പ്രതിപക്ഷത്തിനുണ്ടോ? അല്ല ഗോപികൃഷ്ണ, ഇതിനേക്കാളും വളരെ ലളിതമായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇത് ശരിയല്ല എന്ന് പറയാൻ വല്ല തെളിവും ഭരണപക്ഷത്തിൻ്റെ കൈവശമുണ്ടോ? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു IPSകാരൻ ദൂതുപോയി ഹയാത്ത് ഹോട്ടലിൽ നിന്ന് മറ്റൊരു കാറിൽ ഇറങ്ങിപ്പോയി 1 മണിക്കൂറോളം നീണ്ടുന്ന കൂടിക്കാഴ്ച, അതിൻ്റെ സ്ഥലം, സമയം, ഇതൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ അപ്പുറത്ത് തെളിയിക്കാൻ അതിൻ്റെ വീഡിയോ വിഷ്വൽസൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവരുടെ സംഭാഷണ ശകലങ്ങൾ എന്താണ് എന്നുള്ളത് ഒപ്പിയെടുത്തൊക്കെ പുറത്ത് വിട്ടാലേ നിങ്ങളൊക്കെ വിശ്വസിക്കൂ എങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അതൊക്കെ വരുമോ എന്നുള്ളത്. ഇതൊന്നും അല്ല എന്ന് പറയാൻ ഈ ADGPയുടെ ട്രാവൽ പിന്നെ ബുക്കും അതിൻ്റെ യാത്രാരേഖകളും CCTVയും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് നിഷേധിക്കാൻ ഏതായാലും സുരേന്ദ്രനാണല്ലോ വന്നത്, അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യത്തിൽ ADGP അജിത് കുമാറിനോടും CPMനോടും BJPയോടും നന്ദി പറയുന്നു. അവരിങ്ങനെ ഒരു ഷോ കാണിച്ചേ പൂരം കലക്കിയുള്ളൂ. അവരവിടെ ഒരു ബോംബൊക്കെ പൊട്ടിച്ച് മനുഷ്യജീവന് ഹാനി വരുത്തുന്ന രീതിയിലൊന്നും പെരുമാറിയില്ലല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ ചിലപ്പോൾ BJPക്ക് 1-ലധികം സീറ്റ് കിട്ടിയേനെ. അത്തരത്തിലുള്ള സാഹസത്തിനൊന്നും ഇവർ പോകാത്തതിൽ കേരളം ഇവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് മുമ്പ് ഞാൻ ഈ സംസാരിക്കുന്ന മലപ്പുറം ജില്ലയിൽ പണ്ട് ശോഭയാത്രയിൽ പൊട്ടിക്കാൻ വെച്ച ബോംബ് കയ്യോടെ പിടികൂടിയിട്ട് അന്നത്തെ ഉമ്മൻകോശി എന്ന SP പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്ന്. അപ്പോൾ സ്വന്തം മതം, വിശ്വാസം ഇതൊക്കെയാണ് എന്ന് ഗീർവാണമടിക്കുന്ന ആ വിശ്വാസികളുടെ ആരാധനാക്രമങ്ങൾക്കിടയിൽ ഏത് നീചകർമ്മവും ചെയ്തിട്ടാണെങ്കിലും തങ്ങൾക്ക് രാഷ്ട്രീയ മേധാവിത്വം ഊട്ടിയുറപ്പിക്കണമെന്ന് കരുതുന്ന ആളുകളൊക്കെയാണ് സംഘപരിവാറുകാരെന്ന് മുൻ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. അത് തൃശ്ശൂരിൽ സംഭവിക്കാത്തതിൽ വലിയ നന്ദിയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, വലിയ നന്ദിയുണ്ട് അജിത് കുമാർ. നിങ്ങളെല്ലാവരും ചേർന്ന് കേരളത്തെ ഇങ്ങനെ കുട്ടിച്ചോറാക്കി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി, വർഷങ്ങളായി. ഇതിനൊക്കെ ഒരു അറുതി വരാൻ സമയമായി. അൻവർ എന്ന നിങ്ങളുടെ MLA തന്നെ ഇതൊക്കെ പരസ്യമായി വിളമ്പിയിട്ടുണ്ട്. ഏതായാലും പൂരമലങ്കോലമാക്കി BJPക്ക് ജയിക്കാനുള്ള ഇടവരുത്തിയെന്ന് അൻവറാണല്ലോ അജിത് കുമാറിനെ പറ്റി ആദ്യം പറഞ്ഞത്. അതിനെതിരെ എന്തെങ്കിലും ഒരു നിലപാടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പിണറായി വിജയനോ ഗോവിന്ദനോ ഏതെങ്കിലും ഒരു CPMന്റെ നേതാവ് പരസ്യമായിട്ട് വന്ന് അൻവറിനെ നിഷേധിക്കട്ടെ, അൻവറിനെ തള്ളിപ്പറയട്ടെ. അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ അൻവറിനെതിരെ ഒരു നടപടി എടുക്കാനുള്ള ആർജവം കാട്ടട്ടെ. നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഇടത് സഹയാത്രികൻ. അദ്ദേഹത്തിലേക്ക് ഞാൻ വരും. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇന്നലെ വൈകുന്നേരം നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴുള്ള സാഹചര്യമല്ല ഇന്നുള്ളത്. താങ്കൾക്കറിയാം, PV അൻവർ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആ ആരോപണങ്ങൾ പരിശോധിക്കപ്പെടണം, അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി നൽകുന്നു. P ശശിക്കെതിരായിട്ടുള്ള പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകാൻ പോകുന്നു. അതിനെ തുടർന്ന് ഒരുപക്ഷെ അന്വേഷണത്തിനുള്ള തീരുമാനവും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുമായുള്ള ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ
മൂടി വെക്കപ്പെടുന്നതല്ല, അത് പാർട്ടി ഗൗരവത്തോടെ കാണുന്നുവെന്ന്. ഗോപികൃഷ്ണൻ, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. CPM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള രീതി ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ഭരണപക്ഷ MLA ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണത്തിന്റെ നിജസ്ഥിതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, അതിനാവശ്യമായിട്ടുള്ള നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നു, സംസ്ഥാന സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകുന്നു, ആ പരാതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയും പരിഗണിക്കും എന്ന് തീരുമാനിക്കുന്നു. അതാണ് CPM-ന്റെ രീതി. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എല്ലാ കാലത്തെയും ശൈലിയും അതാണെന്നേ. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പരാതി ലഭിച്ച ഉടൻ വളരെ സത്വരമായി കാര്യത്തിൽ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റും അതുപോലെ തന്നെ പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? കോൺഗ്രസിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതാണ് കമ്മ്യൂണിസ്റ്റ് രീതി, ഇതാണ് പാർട്ടിയുടെ സംഘടനാ രീതിയെങ്കിൽ ഇതിനകത്തെ ആരോപണ വിധേയരായ ആളുകൾ, അതായത് P ശശി വരെ എത്തി നിൽക്കുമ്പോൾ ഇതിൽ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയല്ലേ? അങ്ങനെ പറഞ്ഞാൽ PV അൻവറിന്റെ ആരോപണം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ടി വരില്ലേ? ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ നിന്നും PV അൻവർ പിൻവാങ്ങിയിട്ടില്ല. മാത്രമല്ല ADGP ആ സ്ഥാനത്ത് നിർത്തി നടത്തുന്ന അന്വേഷണത്തിൽ അൻവറിന് തൃപ്തിയില്ല. ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതൊരു സാമൂഹിക നീതിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് PV അൻവർ. പിന്നെ P ശശി ഈ ഒരു കഴിവ് കുറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളാണ് എന്ന വിമർശനവും ഉണ്ടാകുന്നു. അതായത് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഈ രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും അധികം പേരുദോഷം കേട്ടിട്ടുള്ളതെങ്കിൽ അതിന് കാരണക്കാരായ ആളെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നല്ലോ PV അൻവർ ഈ വിവാദത്തിലൂടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ആത്യന്തികമായി പിണറായി വിജയന് നേരെയുള്ളതല്ലേ? അല്ല, നമ്മുടെ ഒരു വലിയ അപകടം എന്ന് പറയുന്നത് ചില ഘട്ടങ്ങളിൽ ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങളോ ഏതെങ്കിലും വാർത്താശകലങ്ങളോ അതൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം, മാധ്യമങ്ങളുടെയും വിമർശകരുടെയും ലക്ഷ്യം സഖാവ് പിണറായി വിജയനാണ് എന്നുള്ള ഈ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ കേരളം മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് വരുത്തി തീർക്കുക എന്ന് ഒരു വലിയ നറേറ്റീവ് ഇക്കാര്യത്തിലുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് പോലീസ് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ മാറ്റങ്ങൾ കേരള പോലീസ് സംഭവിച്ചിട്ടുണ്ട്. കേരള പോലീസിൽ പരസ്പരം പോരടിച്ചിരുന്ന IPS ഓഫീസർമാരും പോലീസ് തലപ്പത്തിരുന്ന ഏമാന്മാരും ഉണ്ടായിരുന്ന പോലീസ് സേനയെ അത് നവീകരിച്ച് ഏറ്റവും ജനകീയവും സ്വീകാര്യവുമാക്കുന്ന ഘട്ടത്തിലേക്ക് പോലീസ് സേനയെ വളർത്തിയെടുക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാർ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെയും പോലീസിനെ കുറിച്ചുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നയം. ആ ഇടതുപക്ഷ സർക്കാരിന്റെ നയം കേരള പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഒരു വശത്ത് നിൽക്കുമ്പോൾ ചില അതിരുവിടലുകൾ കേരള പോലീസിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ അതിരുവിടലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഉദാഹരണത്തിന് ഇപ്പോ ശ്രീ PV അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയമായി തന്നെ പരിശോധിക്കപ്പെടുകയും പാർട്ടി വളരെ ഗൗരവത്തിലെടുക്കുകയും ചെയ്യുന്ന ഒരു ആരോപണം തൃശൂർ പൂരം പോലീസ് കലക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ മാറ്റിയതുകൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇക്കാര്യത്തിന്മേൽ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നതിന് വേണ്ടി അന്ന് ചുമതലപ്പെടുത്തിയിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് അടക്കം പരിശോധിക്കുന്നതിന്, ആ റിപ്പോർട്ട് അടക്കം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് പാർട്ടി ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിൽ സംഭവിച്ചതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അത് ശ്രീ PV അൻവർ ഉന്നയിച്ചു. പക്ഷെ ഇവിടെ തൃശ്ശൂരിൽ CPM BJP ബാന്ധവം എന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് എത്തുവാണെങ്കിൽ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ടുകളാണല്ലോ തൃശ്ശൂരിൽ കുറയേണ്ടിയിരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് തൃശ്ശൂരിലെ കഴിഞ്ഞ പാർലമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് BN ഹസ്കർ ഒറ്റ മിനിറ്റ്. അതായത് താങ്കൾ പറഞ്ഞത് ഇത് പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന ഒരു നാരേറ്റീവ് ആണെങ്കിൽ ഈ അങ്കിത് അശോക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ADGP MR അജിത് കുമാർ സ്ഥലത്തുണ്ടാവുകയും അദ്ദേഹം ഇടപെടാതിരുന്നതിനും ഒരു കാരണം താങ്കൾക്ക് അറിയാമോ? മാത്രമല്ല ഈ പോലീസ് ഈ കാര്യങ്ങളിൽ നടത്തിയ അന്വേഷണം, അതായത് ADGP നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആവശ്യപ്പെടുകയും ഇത് അലങ്കോലപ്പെട്ടതല്ല അലങ്കോലപ്പെടുത്തിയതാണ് എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തത് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ VS സുനിൽകുമാർ പരസ്യമായിട്ടാണ്. മാത്രമല്ല സുനിൽകുമാർ പറയുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് പുറത്തു വരണം, പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ്. ഇനി
ADGP ഇനി ഈ PV അൻവർ ഉന്നയിച്ച ആരോപണം ആർക്കെതിരെയാണ്? ADGP MR അജിത് കുമാറിനെതിരെയാണ്. എന്ത് നടപടി ഉണ്ടായി അജിത് കുമാറിനെതിരെ? പിന്നീട് ഒന്ന് സുജിത് ദാസ് പറയാണ് അദ്ദേഹത്തിന്റെ സേനയിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച്, അതും MLA-യുമായിട്ടുള്ള സംഭാഷണത്തിൽ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നു. സുജിത് ദാസിനെതിരെ നടപടിയില്ല. പിന്നെ ആരോപണ വിധേയനായി നിൽക്കുന്ന P ശശിക്കെതിരെ നടപടിയില്ല. അതായത് ആരോപണം ഒരു ഭരണകക്ഷി MLA ആർക്കൊക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടോ അവർക്ക് ആർക്കെതിരെയും നടപടിയില്ല. എല്ലാം ഭദ്രമായി സർക്കാർ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നു RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസ്ബേലയുമായി ചർച്ച നടത്തിയത് ADGP MR അജിത് കുമാറാണ്. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു ദൂതനായിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നതെന്ന്. അപ്പോൾ ആ ആരോപണങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യുകയും ബന്ധപ്പെട്ട് നിൽക്കുന്നതും ഒരു ചങ്ങല പോലെ കോർത്തിണക്കപ്പെട്ടതുമാണെന്ന് തോന്നും പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ. കെയർ ഗോപീഷൻ ഇതില് വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിന്റെ ഒരു മുഴുവൻ സാഹചര്യം കൂടി പരിശോധിക്കണം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവത്തിനപ്പുറം ഇപ്പോൾ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് ആരോപണം വിധേയരായിട്ടുള്ള ആളുകളെ സാമാന്യ നീതിക്ക് വിരുദ്ധമായി അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും പുറത്താക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സാമാന്യ നീതിക്ക് നിരക്കുന്ന ഒന്നല്ല. സാമാന്യ നീതി എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും തുല്യമായി തന്നെ ലഭിക്കേണ്ട അർഹതപ്പെട്ടിട്ടുള്ള ഒരു അവകാശമാണെന്നുള്ളതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. അത് ശ്രീ MR അജിത്തിനും അതുപോലെ തന്നെ ശ്രീ PV അൻവറിനും ഒരേപോലെ ലഭിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു പരാതി ഉന്നയിച്ചു. ആ പരാതിയിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ആ പരാതിയിൽ കടമുണ്ടെങ്കിൽ നിശ്ചയമായും നടപടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആർജവം ഈ ഗവൺമെന്റിനുണ്ട്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊണ്ട് CPIM-നുണ്ട്. അത് ഉറപ്പായും അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകും. മറിച്ച് ഇപ്പൊ ദത്താത്രേയ ഹൊസബല്ലിയെ കണ്ടു എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ഗസ്റ്റ് ആയിട്ടാണ് എപ്പോഴും സംസ്ഥാനത്ത് വരാറുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് പോലീസിന്റെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ ഒരുപക്ഷെ ADGP പോലുള്ള ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഒരുപക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവാം. അതിന്റെ വസ്തുതകളെ സംബന്ധിച്ച് എനിക്ക് വിവരമില്ല. പക്ഷേ സ്വാഭാവികമായി അത്തരത്തിൽ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഗാർഡ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സജീവൻ ADGP ആയാലും SP ആയാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും സ്ഥാനത്ത് തന്നെ ഈ വലിയ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും തുടരുന്നതിനെ സാമാന്യ നീതിയുടെ ഒരു സിദ്ധാന്തമാണ് അഡ്വക്കേറ്റ് BN അസ്കർ ഇവിടെ അവതരിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം താങ്കൾ കണ്ടില്ലേ? ഒന്ന്, അൻവറിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPIക്കുള്ള അതൃപ്തി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രകടമാക്കുന്നു. ഒരേ ഒരു കാര്യമേ CPI തള്ളി പറഞ്ഞിട്ടുള്ളൂ, അത് RSSുമായിട്ടുള്ള ചർച്ച നടന്നു എന്ന ആക്ഷേപം മാത്രമാണ്. അതായത് ഈ വിവാദം CPM-നകത്ത് മാത്രമല്ല ഇടതുമുന്നണിക്കകത്തും ഈ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടിയെ ലക്ഷ്യം വെച്ചോ ഒക്കെയുള്ള ഒരു പുതിയ പ്രശ്നമായി മാറുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, CPI നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യമാണ് അവിടുത്തെ തോൽവി, തൃശ്ശൂരിലെ തോൽവി. അത് യഥാർത്ഥത്തിൽ തോറ്റതല്ല, തോൽപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട പരാതി അന്നേ തന്നെ സുനിൽകുമാർ നൽകിയിരുന്നു. അതിൽ പ്രധാനമായ ഒരു പങ്ക് വഹിച്ച സംഗതി എന്ന് പറയുന്നത് തൃശ്ശൂരിലെ പൂരം കലക്കലാണ്. അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഡ്രാമ, ആ ഡ്രാമ ഉണ്ടാക്കിയ ഒരു വലിയ പ്രശ്നമുണ്ട്. ജനങ്ങൾ മുഴുവൻ സർക്കാരിനെതിരായിട്ട് മാറുന്ന, ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആ ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് അത് അന്വേഷിക്കണമെന്ന് അന്നേ പറഞ്ഞു. സുനിൽകുമാർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. അതാണ് ഇപ്പോൾ ഇവിടെ ബിനോയ് വീണ്ടും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കം എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ബിനോയ് പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് രീതിയിലാണെന്ന് പറഞ്ഞു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വെറുതെ ചർച്ച ചെയ്തിട്ട് മടക്കി വെച്ചാൽ പോരാ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്തിട്ട് ഈ കിട്ടുന്ന പരാതിയിലൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞ് മറച്ചു വെച്ചാൽ പോരാ. അത് കൃത്യമായ അന്വേഷണമായിരിക്കണം എന്ന ഒരു ഘടകകക്ഷിയുടെ കർക്കശമായ നിർദ്ദേശമാണ്. അത് അവരുടെ ഭാഗത്ത് വെറും അഭ്യർത്ഥന മാത്രമല്ല, നിർദ്ദേശമാണ്. പിന്നീട് ഒരു കാര്യം, ഇപ്പൊ ഇവർ മാറ്റി നിർത്തിയില്ല, MR അജിത് കുമാറിനെയോ അതൊന്നും മാറ്റി നിർത്തിയില്ലെങ്കിൽ പോലും അതൊന്നും പ്രശ്നകരം. ഇവിടെ അന്വേഷണം തുടങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടുന്നതിന് മുമ്പേ തന്നെ ഇത്തരമൊരു ആരോപണം അൻവർ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹം DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു.
ഒരു കൃത്യമായ അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് കിട്ടുക. ആ 2 ആഴ്ച എന്ന് പറയുന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ആഴ്ചക്കകം റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പേ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആർക്കെങ്കിലും ഇതിന് നടപടി എടുക്കാൻ പറ്റുമോ? അത് പാടില്ലല്ലോ. അതിന് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. കുറഞ്ഞ ആരോപണങ്ങളൊന്നുമില്ല, വളരെ കടുത്ത ആരോപണങ്ങൾ, രാഷ്ട്രീയമായിട്ട് വരുന്ന ഈ പൂരം കലക്കിയിട്ട് വോട്ട് നേടുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ ഇപ്പോ എം.ആർ. അജിത് കുമാർ വീട് വെച്ച് കൊട്ടാരം വെച്ച്, വീട് എന്ന് പറഞ്ഞത് കൊട്ടാരം വെച്ചതിനെ കുറിച്ചുള്ള ആരോപണമുണ്ട്. അദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. അല്ല സജീവൻ സാർ, ഇപ്പോൾ ഈ എം.ആർ. അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരു കേവലമായ ആരോപണം എന്നതിനപ്പുറത്ത് ഇതിന് വേറൊരു സ്വഭാവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആരോപണം ഒന്നല്ല, നിരവധിയുണ്ട്. പി.വി. അൻവർ ഉന്നയിച്ചത്, CPIക്കും അത് അഭിപ്രായമുണ്ട്. ഇപ്പോൾ CPIയുടെ വയനാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അവിടെ ഈ ദുരന്ത നിവാരണ മേഖലയിൽ, ദുരന്തബാധിത മേഖലയിൽ ഈ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷണം അത് നൽകുന്ന കാര്യത്തിൽ അത് തടഞ്ഞുകൊണ്ടൊരു തീരുമാനമെടുത്തത് അജിത് കുമാറാണ്. അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി, സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു എന്നാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ കേസിൽ വരുന്നു. തൃശ്ശൂർ പൂരത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ ഇടപെടുമ്പോൾ ADGP അവിടെ ഉണ്ടായിരുന്നു, സംഭവ സ്ഥലത്തുണ്ടായിരുന്നു, അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഒന്നും രണ്ടുമല്ല. ഈ കാര്യങ്ങളിൽ പ്രധാന ഘടകകക്ഷിയായ CPIക്ക് പോലും പി.വി. അൻവറിന്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നു എന്ന അതേ സ്വഭാവത്തിലുള്ള ആക്ഷേപമുണ്ട്. അപ്പോൾ എന്നിട്ടും പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിർത്തി തന്നെ നടത്തുന്നു എന്നതൊരു പ്രശ്നമല്ലേ? അല്ല, സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റില്ല. നമ്മൾ നോക്കേണ്ടത് അങ്ങനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഒരു അന്വേഷണത്തിൽ അലിഗേഷൻ, ആരോപണം മാത്രമാണല്ലോ ഉള്ളത്. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ സ്ഥാനത്ത് മാറ്റിയത്, പ്രത്യേകിച്ച് 2 IPS ഓഫീസർമാരാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സമ്മതിക്കില്ല ഒരിക്കൽ പോലും. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് നടപടിയെടുത്ത്? സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നടപടിയല്ല എന്ന് പറഞ്ഞാൽ, സസ്പെൻഷൻ നടപടിയല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ഇവർ അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. സർക്കാർ ഉത്തരം പറയേണ്ടി വരും. സർക്കാരിന് ഒരിക്കൽ പോലും അങ്ങനെ ഉത്തരം പറയാം. അതിന് പ്രൊസീജിയർ, കൃത്യമായ ഒരു പ്രൊസീജിയറിലേക്ക് പോകണം. ഞാൻ ഈ പ്രൊസീജിയർ എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ശരിയായ രൂപത്തിലാണോ അല്ലയോ എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. എന്നുവെച്ചാൽ ഇത് നടക്കുന്നത് പുകമറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നൗഷാദിൽ പറഞ്ഞ പോലെ ഈ തെളിവുകൾ മറ്റുള്ള ആൾ, അതൊരിക്കൽ പോലും അസ്കറിന് അറിയാലോ, ക്രിമിനൽ കേസിൽ ഒരിക്കൽ പോലും ആരോപണ വിധേയനായ ആള് തെളിവ് കൊടുക്കേണ്ടതില്ലല്ലോ. പരാതി ഉന്നയിക്കുന്ന ആളുകളാണ് തെളിവ് കൊടുക്കേണ്ടത്. അപ്പോ സ്വാഭാവികമായിട്ടും അത്തരം തെളിവുകൾ ഇനി വരേണ്ടതുണ്ട്. അത് അങ്ങനെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, KP നൗഷാദ് അലി, ADGPക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ DGP നയിക്കുന്ന ഒരു സംഘം അന്വേഷിക്കുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കാൻ പോകുന്നു. പ്രതിപക്ഷം തൃപ്തരാണോ? ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ തൃപ്തിയും അതൃപ്തിയും ഒന്നും അല്ലല്ലോ കാര്യം. കേരളത്തിലെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ, അതിനെ തുടർന്ന് സർക്കാർ നടത്തുന്ന ചെയ്തികൾ, അവരുടെ പരിക്ക് മാറ്റൽ നടപടികളൊക്കെ നോക്കിക്കാണുന്നത്. ഇവിടെ DGP ആണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവനെന്ന് പറയുന്നു. ഈ ADGP ഒരു തരത്തിലുള്ള സ്ഥാനചലനവും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും വരില്ല എന്ന വലിയൊരു സന്ദേശം, അദ്ദേഹം അതിശക്തനാണ് എന്ന ഒരു വ്യംഗ്യമായ വലിയൊരു ധാരണ പരത്തും വിധമാണ് ഈ സംഭവങ്ങളൊക്കെ ഉരുത്തിരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കേസ് അന്വേഷിക്കുന്ന സംഘാംഗങ്ങളൊക്കെ ഈ ADGPക്ക് റിപ്പോർട്ട് ചെയ്ത് സല്യൂട്ട് അടിക്കേണ്ട ആളുകൾ, അവരാരെങ്കിലും അതിശക്തനായിട്ട് നാളുകളിലും നിലനിൽക്കുമെന്ന തോന്നലുളവാക്കിയ ഒരു ADGPക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുന്ന ഏതെങ്കിലും തരത്തിലൊരു കണ്ടെത്തലുകൾ നടത്തി കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത്തരത്തിൽ കുത്തഴിഞ്ഞ് കീറിപ്പറിഞ്ഞു പോയ ഒരു ആഭ്യന്തര സംവിധാനമുള്ള കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു നീതി നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു SP പരസ്യമായിട്ട് MLAയോട് ഫോണിൽ പറയുകയാണ്, ഈ പറഞ്ഞ ADGPക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരന്മാർ വഴിയുള്ള ഒരുപാട് ബിനാമി കച്ചവടങ്ങളെ പറ്റി പറയുന്നു. MLA പറയുന്നു ഇയാൾ ദാവൂദ് ഇബ്രാഹിമിന്റെ കിങ്കരനാണ്. ഇത്തരത്തിൽ ഭരണത്തിലിരിക്കുന്നതും ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഇഷ്ടക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തമ്മി പറയുന്നതൊക്കെ കേട്ട് തരിച്ചിരുന്നൊരു കേരളമാണിത്. ഇവിടെ ഇവരിങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ജനം ഇതൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തി കഴിഞ്ഞില്ലേ? ഒറ്റ കാര്യം കൂടി, ഇവിടെ നേരത്തെ ഈ അസ്കറൊക്കെ ഇരുന്ന് നിർലജ്ജം പറയുകയാണ്, ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നാൽ അയാൾ നിരപരാധിയാണോ അല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, അതുകൊണ്ട് ആ നീതി അദ്ദേഹത്തിന് വേണം, അന്വേഷണം നടത്തി തെളിയുമ്പോൾ നടപടി ഉണ്ടാകും. എൻ്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെയാണ്
അങ്ങനെയാണെങ്കിൽ ഒരു 10-60 കൊല്ലക്കാലത്തെ കേരള ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിലെ ഈ CPM ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പാലിച്ചിട്ടാണോ ഉന്നയിച്ചത്? പശു പിന്നെ കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾ കാരടുത്ത് ഓടുന്നൊരു പാർട്ടിയാണല്ലോ CPM. തെരുവിലിറങ്ങി കലാപം നടത്തി രക്തസാക്ഷികളെ ഉണ്ടാക്കുമല്ലോ നിങ്ങളാണ് പ്രതിപക്ഷത്തെങ്കിൽ. അപ്പം നിങ്ങൾ ഇപ്പം ഇരുന്ന് പറയുന്ന ന്യായമാണ് ഇതൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ ഈ 24 ന്യൂസിൻ്റെ പ്രേക്ഷകരെങ്കിലും മനസ്സായി CPM-നെയും അതിൻ്റെ വക്താവിനെയൊക്കെ എത്രയോ തവണ ആട്ടിയിട്ടുണ്ടാകും. പിണറായി വിജയന്റെ നേരെ വരുന്നത് അല്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കോൺഗ്രസ് ഇപ്പോൾ 8 കാലി മമ്മൂഞ്ഞമാരായിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും PV അൻവർ ഉന്നയിച്ച ഒരു ആരോപണത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അവർ കയറൂരി ഇങ്ങനെ നടന്നു പോകുന്നത്. ഇപ്പോ ഞാൻ ഇതിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. PV അൻവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം ഉണ്ടല്ലോ, കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ളവർ സോളാർ കേസിൽ പ്രതികളാക്കപ്പെട്ടപ്പോൾ അവരെ രക്ഷിക്കുന്നതിനു വേണ്ടി ഈ MR അജിത് കുമാർ ഇടപെട്ടു എന്നൊരു ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണമുള്ളൂ. അതിനെക്കുറിച്ച് എന്താ അവർ സൈലൻസിൽ? അവർക്ക് അതിന് മറുപടിയില്ലേ? അത്തരമൊരു ആരോപണം, ബാക്കി ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അവർക്ക് ഇൻകൾപേറ്ററി ആയിട്ട് വരുന്ന ആരോപണങ്ങൾ അവര് നിഷേധിക്കുകയും ചെയ്യല്ലേ? ക്ലീൻ ചിറ്റ് നൽകിയ കേസാണ്. നിങ്ങൾ അത് ഉൾപ്പെടെ അന്വേഷിക്കേ. നിങ്ങൾ അന്വേഷണം അട്ടിമറിക്കുന്നതിൽ ഇടപെട്ടു അന്വേഷിക്കുന്നേ. തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കുന്നേ. അത് നിങ്ങളുടെ ഭരണകാലത്താന്നേ. അയാളെ നിങ്ങൾ പ്രൊമോഷൻ നൽകി നിർലജ്ജം ഇതൊക്കെ വന്ന് ഇവിടെ പറയാൻ ഇവരുടെയൊക്കെ കൂസലില്ലായ്മ ഓർത്തിട്ട് എനിക്ക് അത്ഭുതമുണ്ട്. എവിടെ റോൾ കൂടി ഏറ്റെടുക്കുമ്പോ ആ റോളിന്റെ പിന്തുടർന്ന് നിങ്ങൾ ഇങ്ങനെ സമരവും പ്രഖ്യാപിച്ച് നിങ്ങൾ ഇങ്ങനെ നിർലജ്ജം ഇപ്പൊ നിങ്ങളുടെ അവസ്ഥയാണ്. നിങ്ങൾക്ക് ഒരു ഭരണപക്ഷ MLA ഉന്നയിച്ച ആരോപണത്തെ പിൻപറ്റി നിങ്ങൾക്ക് ആരോപണവും പ്രത്യാരോപണവും ഉന്നയിക്കുന്നതിന്റെ ഗതികേടിലാണ് കേരളത്തിലെ പ്രതിപക്ഷം. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? ഒരു ശക്തമായ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭരണപക്ഷത്തോടൊപ്പം ശക്തമായ പ്രതിപക്ഷവും കൂടിയാണ്. ആ ശക്തമായ പ്രതിപക്ഷം കേരളത്തിൽ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഒരു ഭരണപക്ഷ MLA-ക്ക് ഏതായാലും ഗൗരവ സ്വഭാവം ഉള്ളതാണ് PV അൻവർ ഉന്നയിച്ച ആരോപണമെന്ന് പ്രധാന ഘടകകക്ഷിയായ CPI-ക്ക് വരെ അഭിപ്രായമുള്ളപ്പോൾ പാർട്ടി തലത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ സ്വഭാവവും രീതികളും എന്തായിരിക്കും? ഇനി നമ്മൾ അതാണ് കാത്തിരിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് പൂർത്തിയാവുകയാണ്.